സംഗീതം അതൊരു മാസ്മരികതയാണ്. അത് ആത്മാവിനെ തൊട്ടുണർത്തുന്നതാണെങ്കിൽ അവർണ്ണനീയമാണ്. അവർണ്ണനീയമായ ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹോളി ബീറ്റ്സിൻ്റെ ഏറ്റവും മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. Music gives a soul to the universe, wings to the mind, a flight to the imagination, and life to everything. ദൈവം തന്ന അനന്ത ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഹലോ, ഹായ്. എന്താ മോന്റെ പേര്? നോയൽ. നോയൽ എവിടുന്നാ വരുന്നത്? കാഞ്ഞിരപ്പള്ളി എന്നാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ +2. +2. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഗ്രാൻഡ് പേരൻസും പപ്പ, അമ്മ, ഒരു അനീത്തിയുണ്ട്. വീട്ടില് പാട്ടൊക്കെ പാടാറുണ്ടോ? ഇടയ്ക്കെല്ലാം പാടാറുണ്ട്. ഓക്കെ. ഇന്ന് മോനെ ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ക്രൂശിനൂത്ത് എന്ന പാട്ടാണ് പാടും. നമ്മളെല്ലാം വളരെ നെഞ്ചോട് ചേർത്തൊരു പാട്ടാണല്ലേ അത്. അപ്പൊ മോനെ ഈ പാട്ട് ആരാണ് പാടിയത്? ഇതിന്റെ ലിറിക്സ് ആരാണ് എഴുതിയതെന്നൊക്കെ അറിയോ? ടീന എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ഇത് പാടിയിരിക്കുന്നത്. പിന്നെ ഫാദർ ബിനോജ് എന്ന് പറഞ്ഞൊരു അച്ഛനാണിത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണല്ലോ ഈ പാട്ടുകൾക്കുള്ളത്. നമ്മൾ ഈശോയെ ഒരുപാട് സ്നേഹിക്കാൻ തോന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലേ? അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ പാട്ടൊക്കെ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ടെൻഷനൊന്നും ഇല്ലല്ലോ? കുറച്ച്. ടെൻഷനൊന്നും വേണ്ട. ഈശോയോട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പാട്ട് പാടാൻ മോന് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, ഈശോയെ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോയെ നിൻ മേലങ്കിക്കുള്ളിൽ. വളരെ ഹൃദയസ്പർശമായ വരികളാണ് ഈ ഗാനത്തിനുള്ളത്. ഒപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നമുക്ക് കാണാം. നമുക്ക് ഏവർക്കും ഈ മനോഹര ഗാനം ആസ്വദിക്കാം. ക്രൂശിതനേ ഉദ്ധിതനേ മറ്റേനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മറ്റേനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉദ്ധിതനേ മറ്റേനെ കാത്തിടണേ.
കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ? തെയ്യൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയ എന്നെ പൊതിഞ്ഞിടുമോ? നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടുമോ? കയ്യെത്താ ദൂരത്തൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ? കല്ലേറു ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ? ചിരിക്കാൻ കാരണം ചികയുമ്പോ, ജീവിക്കാൻ കാരണം തിരയുമ്പോ, തോളത്തു മയങ്ങിയോർ മറക്കുമ്പോ, തൊലിയുരിയുമ്പോൾ പഠിക്കുമ്പോ, നിൻ ചിരിക്കും മുഖവും വീരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. ക്രൂശിതനേ ഉദ്ധിതനേ മത്തിനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ഹായ് ഓൾ. ഹായ്. ഓക്കെ, നിങ്ങളെ ആദ്യം തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ബെറ്റ്സി. ഞാൻ വരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് പൊയ്ക്കാട്ടുശ്ശേരിയിൽ നിന്നാണ്. ഓക്കെ. എൻ്റെ പേര് ലിഖിന. ഞാൻ ഇടുക്കി ജില്ല നെടുങ്കണ്ടത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജാസ്മിൻ ജോസഫ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഓക്കെ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പം നിങ്ങൾ ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഞാൻ യോഗ്യനല്ല ഈശ്വേ എന്ന ഒരു ഗാനമാണ് ഞങ്ങളിവിടെ പാടുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ച് ഉണ്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഉണ്ട്. ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം ടെൻഷനൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നല്ല ഉഷാറായിട്ട് ഈ പാട്ട് പാടാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. യോഗ്യതയില്ലാഞ്ഞിട്ടും അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന, മാനിക്കുന്ന, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനമാണിത്. ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം.
ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ഞാൻ നാട്ടോലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടോലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളി
ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഹലോ, ഹായ്, എന്താ പേര്? ആൻ മേരി. ആൻമേരി എവിടുന്നാ വരുന്നത്? ഏത് ഇടവകയിൽ നിന്നാ വരുന്നത്? കൊല്ലം രൂപതയിലെ കുളങ്ങര ഭാഗം വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഓക്കെ. ആൻമേരി ആദ്യമായിട്ടാണോ ഈ ഫ്ലോറിൽ വന്ന് പാടുന്നത്? ഹോളി ബീറ്റ്സിന്റെ ഫ്ലോറിൽ ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പൊ ഇതിന് മുന്നേ പുറത്ത് വേദികളിലൊക്കെ പാടിയിട്ടുണ്ടോ? ഡിവോഷണൽ സോങ്സ് വേറെ പാടിയിട്ടുണ്ട്. ഡിവോഷണൽ സോങ്സ് പാടാനാണ് കൂടുതൽ താല്പര്യം? അതെ. ഓക്കെ. ഇന്ന് ഏത് പാട്ടാ ആൻമേരി ഇവിടെ പാടുന്നത്? ദൈവം തന്നതല്ല അതൊന്നും. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ആൻമേരിക്ക് പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും മനോഹരമായി ജീവിക്കാനും ദൈവം തന്നതല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കി എളിമയിലും വിനയത്തിലും ജീവിക്കാനുള്ള കൃപാവരം നമുക്കേവർക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആൻമേരിയുടെ ഈ മനോഹരമായ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. ഇത്ര കാലം ജീവിച്ചെന്ന്
ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ച് ഒരിക്കലും ആ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ എന്നും ദൈവത്തോട് ചേർന്ന് നിന്ന് നിത്യജീവൻ അവകാശമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാൻഡിഡ്സ് ബാൻഡിലെ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന അതിമനോഹരമായ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. പോയ
ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നിങ്ങൾ ഏവരും ഏറെ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ കൂടുതൽ അതിമനോഹരമായ ഗാനങ്ങളുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അടുത്ത ആഴ്ച കാണുന്നത് വരെ പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു.